അർജന്റീന തോറ്റ ഷോക്കില ഇയാളുടെ സമനില തെറ്റിയത്. ഞങ്ങള് ഇംഗ്ലീഷും സ്പാനിഷും ജർമ്മൻ ഫുട്ബോളും ഒക്കെ കണ്ടിങ്ങനെ ഇരിക്കും. ഫുട്ബോൾ ഫൈനൽ ഇന്നലെ ആയിരുന്നു. ഹലോ 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 ഹായ്, വെൽക്കം ടു മൈ ചാനൽ. നിങ്ങളുടെ മുന്നിലുള്ളത് ഏജന്റ് കാസി. ഞാനിന്ന് പൊളിറ്റിക്കൽ റിയാക്ഷനോ അങ്ങനത്തെ കാര്യങ്ങളായിട്ടല്ല വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും ലോകം മുഴുവൻ കാത്തിരുന്ന ലോകകപ്പ് ഫൈനൽ, ഫുട്ബോൾ ഫൈനൽ ഇന്നലെ ആയിരുന്നു. ഞാനത് കാണാൻ പോയിരുന്നു. പക്ഷേ എന്താ ചെയ്യുക, ഞാൻ ഓഫ് കോഴ്സ് എന്തായാലും ഇന്നലെ അർജന്റീന സ്പെയിൻ മത്സരമായിരുന്നു. ഞാനൊരു അർജന്റീന ഫാനല്ല, പക്ഷെ ഒരു നല്ലൊരു ഫുട്ബോൾ മത്സരം കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. ആ ഫുട്ബോൾ മത്സരം എനിക്ക് കാണാൻ പറ്റിയത് സ്പെയിൻ്റെ കയ്യിലാണ്. സ്പെയിന് ആ മോനെ, അതായത് എന്താണ് ചെയ്യണേന്നും വേറെ എനിക്ക് മനസ്സിലായില്ല. കാരണം അർജന്റീനക്ക് മൊത്തം സ്ട്രെയിന്, മിഡ്ഫീൽഡിൽ അർജന്റീനക്ക് ഒന്നും ചെയ്യാനില്ല. അതായത് അവരെ കാലുമൊക്കെ പന്ത് കൊടുക്കുന്നില്ല. സ്പെയിൻ സാധാരണ എങ്ങനെയാണോ അതേ കളി അർജന്റീനയില്, അവരെ കാലുമ്പ പന്ത് കൊടുക്കണില്ല, മിഡ്ഫീൽഡിൽ കളിപ്പിക്കുക, അവരെ പന്ത് തൊടിപ്പിക്കാണ്ടിരിക്കുക. അവരെ കാലുമ്പ മെസ്സിയുടെ കാലുമ്പലൊക്കെ പന്ത് കിട്ടിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഇവര് സ്പെയിൻ ആ കാര്യത്തില് നമ്പർ 1 വിജയമാണ് വിജയിച്ചത്. ഞാൻ ഇതിൽ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിക്കാം. ആദ്യം കുറച്ച് ഇൻസ്പയർഡ് ആയ വീഡിയോ തന്നെ കാണിക്കാം. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ ഒരുപാട് പേര് ഫാൻസ്, ഞാൻ പോയത് ഞങ്ങളുടെ അവിടുത്തെ കളി നടക്കുന്ന സ്ഥലത്തേക്കാണ്. ഒരുപാട് കുട്ടികൾ അവിടെ ഉണ്ട്, പ്രായ ആൾക്കാരുണ്ട്, അർജന്റീനയെ ചങ്ക് പറിച്ച് സ്നേഹിക്കുന്നവരുണ്ട്. അവരൊക്കെ കണ്ണിൽ വെള്ളം വന്നിട്ടാണ്, കരഞ്ഞിട്ടാണ് പോണത്. കരഞ്ഞിട്ട് പോകുമ്പോ കുറെ പേര് കൂക്കിടുന്നുണ്ട്. ഓഫ് കോഴ്സ് അത് ആരായിരിക്കും എന്ന് നിങ്ങൾ കൂയിക്കാലോ. ഏത് ഫാൻസ് ആയിരിക്കും മറ്റേ ടീമിൽ തോൽക്കുമ്പോ കൂവുക എന്നുള്ളത്. കാരണം ഞാൻ എന്താ പറയണ വെച്ചാല്, എനിക്ക് ഇന്ന് രാവിലെ എൻ്റെ ഫ്രണ്ട് എനിക്ക് വീഡിയോ അയച്ചു തന്നു. ഒരു വീഡിയോ അന്നാ, നീ വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് കാണിക്കുക, അർജന്റീന ഫാൻസിന്റെ വിഷമം ഒന്ന് കാണിക്കാനാണ്, കുട്ടികളുടെ. അതിൻ്റെ ഇടയിൽ എൻ്റെ ഏറ്റവും ദ ബെസ്റ്റ് ഫ്രണ്ടായിട്ട്, ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴും നല്ല ഫ്രണ്ടായിട്ട് കൂടെയുള്ള അർജന്റീന ഫാനാണ്. മെസ്സിക്ക് വേണ്ടി കരഞ്ഞ് പൊളിക്കാന്ന് കേട്ടിട്ടില്ലേ? കാരണം ഓഫ് കോഴ്സ് മെച്ചൂർഡ് ആണെങ്കിലും ഇന്നലെ വിളിച്ചു, ഞാൻ കൊച്ചിയിലേക്ക് പോവുകയാണ് കളി കാണാൻ വേണ്ടിയിട്ട്. മെസ്സി കപ്പെടുക്കണ എനിക്ക് അവിടെ നിന്ന് കാണുന്ന ആൾക്കാരെ ഇടയിൽ ഇരുന്നിട്ട് ഞാൻ ഈ കളി എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്നാണ് ഞാൻ കണ്ടത്. ഞാൻ കളി കാണുമ്പോൾ അവസാന നിമിഷത്തെ ഗോൾ അർജന്റീന പോസ്റ്റിലേക്ക് വീഴുമ്പോ ഞാൻ വിചാരിച്ചു, അയ്യോ ഇനി തിരിച്ചു വരുമ്പോ എന്തായിരിക്കും അവസ്ഥ എന്ന്. നിങ്ങൾ അർജന്റീന ഫാൻസിനോട് ഞാനൊരു കാര്യം പറയട്ടെ. ഇത് ഫുട്ബോളാണ്. 2 ടീമേ ഫൈനലിൽ എത്തുള്ളൂ. ആ 2 ടീമിലെ ഒരെണ്ണത്തിനെ കപ്പ് കിട്ടുള്ളൂ. ആ കപ്പ് കിട്ടിയത് അൺഫോർച്ചുനേറ്റ്ലി ഇന്നലെ, അൺഫോർച്ചുനേറ്റ്ലി അല്ല, അവര് കളിച്ചതും ജയിച്ചതും സ്പെയിനാണ്. കളിച്ചു, അതായത് ഞാൻ പറഞ്ഞില്ലേ, അർജന്റീനക്ക് പന്ത് തൊടാൻ പറ്റിയിട്ടില്ല. ശരിക്കും പറഞ്ഞ എനിക്ക് എൻ്റെ തോന്നിയ അഭിപ്രായമാണ്, അർജന്റീന കളത്തിലില്ല. മെസ്സി ഉണ്ടോ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ആ പേര് ഞാൻ കേട്ടാലായി. അധികം ഞാൻ കണ്ടിരുന്നത് സ്പെയിൻ്റെ അവര് സ്പീഡാണ്, അതായത് ഞാനെങ്ങനെ ഇരുന്നിട്ട്, ഞാനൊരു പഴയ പ്ലെയർ ആണല്ലോ. അപ്പൊ സ്പെയിനിന്റെ കാലിൽ ഒരാളെ കാലുമ്പോ പന്തെത്തുമ്പോ ഞാൻ ഇങ്ങനെ നോക്കും, അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് അടി, ഈ രീതിയിൽ. പക്ഷെ ഇതേ കൗണ്ടർ അറ്റാക്സും കാര്യങ്ങളും എല്ലാം ആണ് ഫുട്ബോളിലേക്ക് അവരെടുത്തത്. കാരണം ആ കൗണ്ടർ അറ്റാക്കിങ് എന്ന് പറയുമ്പോൾ ഫുട്ബോളിന്റെ ഒരു ഭംഗിയാണ് കാണിക്കുന്നത്. അതെന്തോ അൺഫോർച്ചുനേറ്റ്ലി അർജന്റീനയുടെ ഭാഗത്ത് നിന്ന് എനിക്ക് കാണാൻ പറ്റിയില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റിയോ എന്ന് എനിക്കറിയില്ല. കാരണം കോച്ചിന് എന്താണ് പറ്റിയത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടായിരുന്നു, ദ മാജിക് മാൻ സ്കലോണി, അർജന്റീന കോച്ച്. അവന് എന്താ ചെയ്യണേന്ന് ഒരു പിടുത്തല്ല. പക്ഷെ ഇതിലെന്താ കേസ് എന്ന് വെച്ചാല്, സ്കലോണി ഒരു പരാജയമായി, മെസ്സി പരാജയമായി എന്നല്ല, കാരണം ആ ചെങ്ങായിയുടെ കാലുമ്മ പന്ത് കിട്ടിയിട്ടില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, എല്ലാരോടും കളിയാക്കുന്നവരോടാണ്, ഇവര് അർജന്റീന ഫൈനലിൽ വന്നത് കളി ജയിച്ച്
അവസാന 2 ടീമിൽ ഒരെണ്ണായിട്ടാണ് അർജന്റീന എത്തിയത്. അവരെ ഇനിയും കളിയാക്കരുത്, കാരണം ഇൻസ്റ്റഗ്രാം തുറന്ന ട്രോളിന്റെ കളിയാണ്, ഒരു രക്ഷയില്ല. ഞാന് കുറച്ച് വീഡിയോ കേട്ടോ, കാരണം ഞാൻ എടുത്തു വെച്ച 1-2 വീഡിയോസ് ഞാൻ നിങ്ങളെ കാണിക്കാം. ഓഫ് കോഴ്സ് ഞാൻ ഇപ്പോഴും പറയണു, അർജന്റീന തോറ്റ അല്ലെങ്കിൽ 2 ടീമുകളിൽ ഒന്നായി 2ാം സ്ഥാനം കിട്ടിയ അർജന്റീനയെ കളിയാക്കാൻ വേണ്ടിയിട്ടല്ല. ഞാൻ ആക്ച്വലി ഇതില്, കാരണം ഈ ഫൈനല് കണ്ടിറങ്ങിയപ്പോ ഇൻസ്റ്റഗ്രാമിനൊന്നും റെസ്റ്റ് ഇല്ല, ട്രോളി കൊല്ലാണ്. ഓരോരുത്തർ ഫാൻസ് നാടുവിടുന്ന് കരയുന്ന, അർജന്റീന തോറ്റ് പ്രാന്തായ ഒരാളെ സങ്കടം കാണിക്കുന്ന. എനിക്കിതിൽ തോന്നിയത്, ഞാനിപ്പോ ആ വീഡിയോ ഒന്ന് കാണിക്കാട്ടോ നിങ്ങളെ, കാരണം പഴയൊരു സിനിമയാണ്, അതിൽ പറയുന്നുണ്ട് അർജന്റീന തോറ്റ സങ്കടത്തില് ഇത് പറയുന്നത്. അവനോട് കാരണം ഈ ലേഡി അവിടെ മെന്റൽ ഹോസ്പിറ്റലിൽ ചെക്ക് ചെയ്യുമ്പോ പറയാണ്, ഇയാളെ നോക്ക്, ഇയാൾക്ക് അന്ന് പ്രാന്തായതാ, പക്ഷെ ഇതുവരെ സമ്മതിച്ചിട്ടില്ല. ഇത് ഞാൻ കാണിക്കുന്ന വേറെ ഒന്നുമില്ല, ഞാനിപ്പോഴും പറഞ്ഞ കളിയാക്കാനല്ല, ഞാൻ ജസ്റ്റ് നിങ്ങളെല്ലാരും ഒന്ന് കാണിക്കുകയാണ്, ആൾക്കാരുടെ കലാവിരുദ്ധം നിങ്ങളൊന്ന് കാണിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ഇതൊന്നും നോക്കിക്കോട്ടാ. അർജന്റീന തോറ്റ ഷോക്കില ഇയാളുടെ സമനില തെറ്റിയത്. ആ തോൽവി ടിവിയുടെ കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞ് അന്ന് മുതൽ ഇദ്ദേഹം ഇത് റിപ്പയർ ചെയ്തോണ്ടിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആ അവസാനത്തെ ചിരി കണ്ടിട്ട് എനിക്ക് വലിയ ചിരിയൊന്നും വരുന്നില്ല. കാരണം എല്ലാ അർജന്റീനയെ മരിച്ച് സ്നേഹിക്കുന്ന ആൾക്കാരെ കൂട്ടത്തില് നമ്മളും സ്നേഹിച്ചിരുന്നു. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട കളിക്കാരൻ നെയ്മർ, റൊണാൾഡോ, ക്രിസ്ത്യാനോ, ഓഫ് കോഴ്സ്. അവർക്കൊന്നും കിട്ടാത്തത് മെസ്സിയിലൂടെ കിട്ടണം എന്നൊരു ആഗ്രഹം എന്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ എന്തോ അൺഫോർച്ചുനേറ്റ്ലി മെസ്സി, ക്രിസ്ത്യാനോ, നെയ്മർ ഇവരൊന്നും കപ്പെടുക്കാതെ കണ്ണീരോട് കൂടിയിട്ടാണ് പടിയിറങ്ങിപ്പോയത്. ആ വീഡിയോ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഓരോ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. കാരണം അതിലൊക്കെ കുറെ സ്നേഹമാണ്. ഞാൻ ആദ്യം കാണിക്കുന്നത് ആ കുട്ടി ഉണ്ടല്ലോ, കളി കാണാൻ അർജന്റീന ഡ്രസ്സിങ്ങില്, ആ ഡ്രസ്സല്ല ജേഴ്സി, ആ ജേഴ്സിയിൽ പോയ കുട്ടി വീട്ടിലേക്ക് തിരിച്ചു വരുന്നതും, എന്നിട്ട് അവന്റെ സങ്കടം കാണിക്കുമ്പോ, അതായത് അവന്റെ ഉമ്മ ചോദിക്കുന്നുണ്ട് ഇതെന്താടാ പ്രശ്നം. അതിന് മുന്നേ ഒരു സിനിമ ഡയലോഗ് കേട്ടോ, ഒന്ന് കണ്ടോ. എന്താ ഇപ്പൊ മഴയാണോ? മഴയാവില്ല സാവിത്രിയെ, അതാ ചെക്കന്റെ കണ്ണീരാവും. ആദ്യത്തെ വീഡിയോ കഴിഞ്ഞ് രണ്ടാമത്തെ എന്ന് പറഞ്ഞ ഒരു കുട്ടി അർജന്റീന ചങ്ങ് പറിച്ച് സ്നേഹിച്ചിട്ടുണ്ടാവും, എനിക്കറിയാം. കാരണം കളി കാണാൻ എൻ്റെ ഇപ്പുറത്തിരുന്ന 2 കുട്ടികളാണ്. അവർക്ക് അവസാനം ഞാൻ മഴ പെയ്തു, ഞാൻ ആ മഴയത്ത് അവിടെ ഇരുന്നു. മഴ പെയ്ത് തലേക്ക് ഇങ്ങനെ ഒഴുകുമ്പോൾ ഞാൻ കളി കാണുമായിരുന്നു. പക്ഷെ എൻ്റെ സൈഡിൽ 2 കുട്ടികൾ ആ മഴയും കൊണ്ടിരുന്നിരുന്നു. അവര് കരയായിരുന്നു. മെസ്സി എന്ന് പറഞ്ഞിട്ട് അവർക്ക് ആ വാക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ ആ വീഡിയോ അതിലെ കുട്ടിയല്ല, വേറൊരു കുട്ടി കളി കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഉമ്മയുടെ അടുത്ത് പോയിട്ട് സങ്കടം പറയുന്നൊക്കെ നിങ്ങൾക്കൊന്ന് കാണാട്ടോ. ഈ പൊന്നു മോനോട് എനിക്ക് പറയാനുള്ളത്, എന്റെ പൊന്നു മോനെ, നിങ്ങളെ അർജന്റീന അല്ലെങ്കിൽ മെസ്സി ഗ്രൂപ്പിന് മുമ്പേ തുടക്കത്തിലെ തോറ്റ് പുറത്തായ ടീമല്ല. ലോക ഫുട്ബോളിൽ ഫൈനലിലെത്തി അതിൽ 2ാം സ്ഥാനം നേടിയ അർജന്റീന ടീമിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ സന്തോഷിക്കേണ്ടത്. അതിന് മുന്നേ തോറ്റുപോയ ഒരുപാട് ടീമുകൾ, ഇപ്പൊ എന്റെ ഫേവറേറ്റ് ടീമാണെങ്കിലും തോറ്റുപോയിട്ടുണ്ട്. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ വേറൊരു വീഡിയോ കാണിക്കാം, നിങ്ങളെ സങ്കടപ്പെടുത്താനല്ല, ഞാൻ കണ്ടിട്ട് എനിക്ക് സങ്കടമായ കുറച്ച് വീഡിയോസ് ആണ്. താങ്ക് യു ഗോഡ്. ഞാൻ തോറ്റു, എല്ലാ അർത്ഥത്തിലും ഞാൻ തോറ്റു. ഇല്ലടോ,
ഇതൊക്കെ ജീവിതത്തിൽ ചില പാഠങ്ങളാണെന്ന് താങ്ക് യു ഗോഡ്. അറിഞ്ഞിരിക്കണം. ഇനി അടുത്ത വീഡിയോ ട്ടാ. കാരണം ലോക ഫുട്ബോളിനെ, കാൽപന്ത് കളിയെ സ്നേഹിക്കുന്ന, ചങ്ക് പറിച്ച് സ്നേഹിക്കുന്ന ഇപ്പൊ ഞാനാണെങ്കിലും കരഞ്ഞിട്ടുണ്ട്, കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടും കളിക്കാൻ പറ്റാണ്ടായപ്പോ അങ്ങനെ ഒരു ഫീലിൽ ഒരാളൊരു പഴയൊരു സിനിമയിൽ പറയുന്ന ഒരു ഡയലോഗ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. ഞങ്ങള് ഇംഗ്ലീഷും സ്പാനിഷും ജർമ്മൻ ഫുട്ബോളും ഒക്കെ കണ്ടിങ്ങനെ ഇരിക്കും. ഓരോ വേൾഡ് കപ്പ് കഴിയുമ്പോഴും ഓരോരോ ഇതിഹാസങ്ങൾ ജനിക്കാറുണ്ട്. കളി കഴിഞ്ഞ ഇവര് പടിയിറങ്ങി അങ്ങ് പോകും. ഇനി എത്ര വേൾഡ് കപ്പ് ഇവര് കളിക്കുമെന്നറിയൂല. പക്ഷേ 1000 മോഹങ്ങൾ ലോകത്തിൽ നൽകിയിട്ടാണ് ഇവരൊക്കെ പിരിഞ്ഞു പോണത്. എന്റെ ജിന്നുകളെ, എന്റെ മാലാകമാരെ, നമുക്ക് കുറച്ചു കാലം കൂടെ തന്ന അടുത്ത വേൾഡ് കപ്പ് കാണാനും നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവും. ഈ വീഡിയോയിൽ നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ട്, ഒരാൾ അയാളുടെ വികാരങ്ങളാണ് പറയുന്നത്. കാരണം ഫുട്ബോളിനെ സ്നേഹിക്കുന്നവർക്ക് അങ്ങനെയാണ്. ഇപ്പൊ എനിക്കാണെങ്കിലും ഇപ്പൊ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ എങ്ങനെങ്കിലും ഞാൻ പോണത് ആ കാൽപന്ത് കളിനെ സ്നേഹിക്കുന്നോണ്ടാണ്. എന്റെ ടീം തോറ്റു അല്ലെങ്കിൽ എന്റെ ടീം ജയിച്ചു എന്നത് പറയാനല്ല. കാൽപന്ത് കളി, അതിന്റെ മനോഹാരിത, അത് കളിച്ചവർക്കും അത് സ്നേഹിച്ചവർക്കും അറിയാം മനസ്സിൽ എങ്ങനെയാണ് ഫുട്ബോളിനെ കൊണ്ട് നടക്കണമെന്നുള്ളത്. പിന്നെ ഇതിൽ പറയണ അടുത്ത് ഞാൻ കാണിക്കാം. ഞാൻ കുറച്ച് ഇവര് 3 പേരും, റൊണാൾഡോ, നെയ്മർ, മെസ്സിയും കൂടി 3 പേരും കൂടി കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട്. ഞാൻ ഓരോന്നായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. കളിച്ചതും സ്പെയിൻ, ജയിച്ചതും സ്പെയിൻ, അത് ഒരു ന്യൂസിൽ വന്നതാണ്. പിന്നെ ഞാൻ 2-3 എടുത്തു വെച്ചിട്ടുണ്ട്. അത് മെസ്സി കരഞ്ഞിട്ട് പോണത്. പിന്നെ ഇത് 2026 ഫിഫ ലോകകപ്പിൽ വ്യക്തിഗത പുരസ്കാരങ്ങളാണ് ഞാൻ സൈഡിൽ കാണിക്കുന്നത്. ഗോൾഡൻ ബോൾ, മികച്ച താരം റോഡ്രി, സ്പെയിന്റെ റോഡിക്കാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ സൈഡില്. പിന്നെ ഗോൾഡൻ ബൂട്ട് ഉണ്ട്. ഓഫ് കോഴ്സ് എംബാപ്പെ എത്ര ഗോളാണ് അവൻ മേടിച്ചു? 10 ഗോളുകൾ എംബാപ്പെ സ്കോർ ചെയ്തിട്ടുണ്ട്. ഫ്രാൻസ്, അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഫ്രാൻസിന് ഫൈനലിൽ പ്രതീക്ഷിച്ചിരുന്നു, അത് കിട്ടിയില്ല. പിന്നെ ഗോൾഡൻ ഗ്ലൗ, മികച്ച ഗോൾ കീപ്പർ ഉനായ് സിമോൻ സ്പെയിന്റെ. പിന്നെ യങ് പ്ലെയർ അവാർഡ് പൗ കുബാഡ് മറ്റേ സ്പെയിന്റെ മറ്റേ യങ് കളിക്കാരന് കൊടുക്കേണ്ട അവാർഡ്. പിന്നെ ഫെയർ പ്ലേ അവാർഡ് അത് നെതർലാൻഡ് കൊണ്ടുപോയി. അപ്പോ നമ്മൾ പ്രതീക്ഷിച്ച ആൾക്കാർക്ക് കിട്ടാണ്ടാവുമ്പോ പിന്നെ കുറച്ച് ട്രോൾ ഉണ്ട് കേട്ടോ. ഒരു ട്രോൾ ഇമേജ് കാണിക്കാം. കരയാൻ വേണ്ടി ഒരു ദിവസം കേരളത്തിൽ അവധി. കാരണം ഇന്നലെ അവധി കൊടുത്തപ്പോ ഒരുപാട് പേര് ട്രോൾ ചെയ്യിക്കണ. അപ്പൊ അതിനു വേണ്ടി കരയാൻ വേണ്ടി ഒരു ദിവസം അവധി, അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ കുഴപ്പമില്ല, അത് നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. പിന്നെ ഈ സ്പാനിഷ് ഗോളി, അത് ഞാൻ പറയായിരിക്കുന്നത്. കാരണം സ്പാനിഷ് ഗോളിക്ക് ഇന്നലെ പണിയെടുക്കാണ്ട് ശമ്പളം കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ചങ്ങായി അവിടെ ചാരു കസാലയിൽ ഇരിക്കാം. ഒരു ചാരു കസാലയോ വേറെ എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് ആൾക്ക് സുഖമായിരിക്കായിരുന്നു. ഞാൻ അതിന്റെ ഇമേജ് സൈഡിൽ കാണിക്കുന്നുണ്ട്. ആളിങ്ങനെ കിടക്കുന്നത്. കാരണം ഇത് പറയാൻ കാരണം ഒരു അറ്റാക്ക്, ഒരു കൗണ്ടർ അറ്റാക്ക്, ഫുട്ബോളിന്റെ മനോഹാരിത എന്ന് പറയുന്ന ഒരു സാധനം അർജന്റീന കൊണ്ടുവന്നിട്ടില്ല എന്നല്ലേ. അവരെ അതില് സ്പെയിൻ വിജയിച്ചിരിക്കുകയാണ്. കാരണം അവരെ മൊത്തം ലോക്കാക്കിട്ടേക്കായിരുന്നു. അവരെ കാലുമൊക്കെ പന്ത് കിട്ടരുത് അർജന്റീനയുടെ. അതില് സ്പെയിൻ വിജയിക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കാരണം എങ്ങനെ ഒരാളെ സ്റ്റോപ്പ് ചെയ്ത് കെട്ടിയിടാം എന്ന രീതിയിൽ സ്പെയിൻ ജയിച്ചു. അവസാന നിമിഷം കിട്ടിയ റെഡ് കാർഡ്, അർജന്റീനയുടെ കുറച്ച് ഫൗൾ, അതായത് അവര് കുറച്ച് അറ്റാക്ക്. ഞാൻ അതിന്റെ ഫോട്ടോ സൈഡിൽ കാണിക്കാം. ഇന്നലെ അർജന്റീന ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ എവിടെ ഇതിലുണ്ടായിരുന്നു, കാണുന്നില്ല. കാരണം പന്ത് കാലിൽ വെച്ചതും, എത്ര യെല്ലോ കാർഡ്, എത്ര റെഡ് കാർഡ്, എത്ര ഷോട്ട്, ഇതൊക്കെ സൈഡിൽ കാണിക്കാട്ടോ. ഇതൊക്കെ എത്രത്തോളം കിട്ടി എന്നുള്ളത്. ഏറ്റവും കൂടുതൽ പന്ത് കൈവശം വെച്ചുള്ള സ്പെയിനാണ്. ഓഫ് കോഴ്സ് അവരെ കാലുമെന്ന് പന്ത് പോകാണ്ടിരിക്കാൻ അവര് നോക്കിയിട്ടുണ്ട്. പിന്നെ അവസാന നിമിഷം എക്സ്ട്രാ ടൈമിൽ കിട്ടിയ റെഡ് കാർഡ് അർജന്റീനയ്ക്ക്.
കാരണം ഞാൻ കണ്ടെടുത്തോളം ചവിട്ടി ഇടുമായിരുന്നു നിലത്ത്. അർജന്റീന ആണെങ്കിലും എനിക്കറിയില്ല അർജന്റീനക്ക് എന്താ പറ്റിയെന്ന്, ചവിട്ടി ഇടുന്ന അത്തർ ഫൗളുകളാണ് അർജന്റീന ചെയ്തിരുന്നത്. ഞാനിപ്പോ ഈ അഭിപ്രായങ്ങൾ പറയുന്ന ഒരു ഫുട്ബോൾ സ്നേഹി എന്ന രീതിയിലാണ്, ഒരു ടീമിന്റെ ഫാൻ എന്ന രീതിയിലല്ല. നല്ല കളി അർജന്റീന, അതായത് അവര് മിഡ്ഫീൽഡിൽ കളിച്ചിട്ടില്ല, പന്ത് കാലുമ വെച്ചിട്ടില്ല, പിന്നെ കൗണ്ടർ അറ്റാക്ക് ചെയ്തിട്ടില്ല. അവിടുത്തെ ഗോളിക്ക് സുഖം ഞാൻ പറഞ്ഞില്ലേ, കാശ് മേടിക്കാതെ ജോലി ചെയ്ത ഒരു കളിക്കാരനാണ് സ്പെയിനിന്റെ ഗോളിന്ന്. ആൾക്ക് ഒരു പണിയും കൊടുത്തിട്ടില്ല. പക്ഷെ ഇതൊക്കെ തിരിച്ചു വരികയാണെങ്കിൽ, തിരിച്ച് സ്പെയിനിന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അവരെ കാലുമ്പോ പന്ത് വെച്ചിട്ടുണ്ട്. മാക്സിമം ഷോട്ടുകൾ അർജന്റീന പോസ്റ്റിലൊക്കെ അടിച്ച് തൂക്കിയിട്ടുണ്ട്. അർജന്റീന ഗോളി ആ മോനെ ഒരു രക്ഷയിലോട്ടോ, ഒരു ഡസൻ ഗോളിനെങ്കിലും സ്പെയിൻ ജയിക്കേണ്ടതാണ്. അമ്മാതിരി പണിയായിരുന്നു അർജന്റീനയുടെ ഗോൾ പോസ്റ്റില് സ്പെയിൻ കൊടുത്തത്. കാരണം കിട്ടുമ്പോഴൊക്കെ അറ്റാക്ക്, കിട്ടിയ കാലുമ്പോ പന്ത് കിട്ടിയ അടി, ഗോള് എന്ന രീതിയിലാണ് സ്പെയിൻ കളിച്ചിരുന്നത്. ഞാൻ ഒരുപാട് പറയുന്നില്ല, കാരണം ഇനി 4 കൊല്ലം നമ്മൾ കാത്തിരിക്കണം നല്ലൊരു ഫുട്ബോൾ കാലത്തിന് വേണ്ടിയിട്ട്. ഇപ്പൊ നിങ്ങൾക്ക് പറയാം, കമന്റ് ബോക്സിൽ പറയാം, അർജന്റീനക്ക് എന്ത് സംഭവിച്ചു, സ്പെയിൻ എങ്ങനെ ജയിച്ചു. കാരണം ഇത് ഇപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ എന്റെ അഭിപ്രായങ്ങളാണ്. ഇതില് ശരിക്കും ജയിച്ചത് ആര്? നിങ്ങൾ കാൽപന്തിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പറയാം, എന്നെ വിമർശിക്കാൻ, ഞാൻ പറഞ്ഞതിലും വല്ല തെറ്റോ ശരിയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഒരു കുഴപ്പമില്ല. ഇത് കാൽപന്ത് കളീനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ള വീഡിയോ ആണ്. ഒരു കളി എങ്ങനെ കാണണം എന്നുള്ളതിന്റെ വീഡിയോ ആണ്. അപ്പോ എല്ലാവരും കാണുക, കമന്റ് ചെയ്യുക, സബ് ചെയ്യാത്തൊരു സബ് ചെയ്യുക. അടുത്ത പ്രാവശ്യമെങ്കിലും എൻ്റെ ടീം കപ്പടിക്കട്ടെ എന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ്. പിന്നെ ഒരു കാര്യം പറയട്ടെ, വിജയിച്ച സ്പെയിൻ ടീമിന്, കാൽപന്ത് കളി കളിച്ച സ്പെയിന്, മറ്റേ ടീമിനെ പന്ത് തോടിപ്പിക്കാതിരിക്കുന്ന സ്പെയിന് എല്ലാവിധ ആശംസകളും. പക്ഷെ അപ്പോൾ ഞാൻ മറക്കുന്നില്ല, 2ാം സ്ഥാനം നേടിയ അർജന്റീനക്ക് സല്യൂട്ട് ഉണ്ട്. അവര് കളിച്ചെത്തിയതാണ്, നറുക്കെടുപ്പിക്കൂടെ എത്തിയതല്ല. മറ്റു ടീമുള്ള മാതിരി തോറ്റു പോയിട്ടില്ല. അർജന്റീന കളിച്ച് ജയിച്ച് സെക്കൻഡ് സമ്മാനം മേടിച്ച ടീമാണ്. എന്തോ ഫൈനലിൽ ഒരു ടീം ഉണ്ടാവുള്ളൂ, അത് സ്പെയിൻ കൊണ്ടുപോയി കളിച്ചു, അവർക്ക് കിട്ടി. സ്പെയിൻ കളിച്ചില്ല, അവർക്ക് കിട്ടിയില്ല. സ്പെയിൻ കിട്ടിയില്ല എന്നല്ല, അർജന്റീന കളിച്ചില്ല, കളിക്കേണ്ട കളി കളിച്ചില്ല, അവർക്ക് കിട്ടിയില്ല. അവസാന എക്സ്ട്രാ ടൈമിൽ റെഡ് കാർഡ് അവര് കൊണ്ടുപോവുകയും ചെയ്ത്. സ്പെയിൻ കൊണ്ടുപോയി, അവർക്ക് കിട്ടിയ അവസരങ്ങൾ അവര് മാക്സിമം പോസ്റ്റിലേക്ക് അടിച്ചു ഗോളാക്കാനും നോക്കിയത്. അപ്പൊ എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാ, കാര്യങ്ങൾ പറയാ. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. ഞാൻ മാച്ച് കണ്ടു എന്ന രീതിയിലാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്തായിരുന്നു അവിടെ സംഭവിച്ചതെന്ന്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്കും പറയാം. 1ാം സമ്മാനം കിട്ടിയ സ്പെയിനാണോ അതോ അർജന്റീന ആണോ ഡിസേർവ് ചെയ്തിരുന്നത് നിങ്ങൾക്ക് പറയാം. നിങ്ങൾ സ്നേഹിക്കുന്നവരാണല്ലോ, കളി കാണുന്നവരാണല്ലോ. അപ്പൊ ഇവിടെ നിന്ന് ഇപ്പോൾ ഇവിടെ പറയുന്നത് നിങ്ങളുടെ മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം മാജിൻ കാസി. ബൈ.